ആലപ്പുഴയിൽ പ്രതികളെന്ന് കരുതി വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചിട്ട് പോലീസ്. 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരാളെ പോലീസ് മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. ഇരുവരും മുഖ്യമന്ത്രിക്കും DGPക്കും പരാതിയും നൽകി. അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹരിപ്പാട് പണിയും കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുവാണ്. അപ്പോൾ തോട്ടപ്പള്ളി പാലത്തിന് ശേഷം പോലീസ് വണ്ടി വന്ന് അവർ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് നിർത്തിയില്ലെന്നാണ്. ഇവർ കൊണ്ടുവന്ന് ഞങ്ങൾ നേരെ ഇടിപ്പിച്ചിട്ട് നേരെ ഇറങ്ങി നേരെ വന്ന് അവനെ അടിക്കുക ഒരു പോലീസ്. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനാ വണ്ടി ഓടിച്ചത്, എനിക്ക് കാണാനൊന്നും പറ്റില്ല. സൗണ്ട് കേൾക്കുന്നുണ്ട്. നേരെ വന്ന് അവനെ പുറത്ത് 2-3 അടി അടിച്ചിട്ട് പിന്നെ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഇറക്കിയിട്ട് ഫുള്ള് തപ്പിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പണി ചെയ്ത് കഴിഞ്ഞ ഇതിൻ്റെ പൈസ ഉണ്ടായിരുന്നു. ആ പൈസ കിട്ടി എൻ്റെ ഫോണൊക്കെ എടുത്ത് ഈ പൈസ എവിടെ നിന്നാണ് ഇത്രയും അങ്ങനെയൊക്കെ ഉള്ള ഒരിത് വന്ന് ഞാൻ പറഞ്ഞു ഇന്നയാണൊക്കെ പണി കഴിഞ്ഞ് വരുവാണ് ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ ഇതാന്നൊക്കെ. ഞങ്ങൾ കാല് വയ്യെന്ന് പറഞ്ഞപ്പം ഒരു സാറ് പറയുന്നുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നൊക്കെ. ബാക്കി എല്ലാവരും തെറിയൊക്കെ പറഞ്ഞ് നിനക്കൊന്നും കുഴപ്പമില്ല, നീയൊക്കെ പൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങളെ ഇതാക്കിയിട്ട് അവരെൻ്റെ നമ്പരും എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇതാക്കിയിട്ട് അവരങ്ങ് പോയി. എന്നാൽ മർദ്ദനാരോപണം പോലീസ് തള്ളി. രാത്രിയിലെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. പണിക്ക് പോയിട്ട് വന്ന നിങ്ങൾ വണ്ടി നിർത്താൻ പറഞ്ഞ് നിർത്തണ്ടേ? അല്ല കോൾ നിർത്താൻ പറഞ്ഞ് നിർത്താതെ പിന്നെ കോളിനകത്തൊന്നും അല്ലല്ലോ. പോക്കറ്റ് വെക്കും, പൈസ എല്ലാം പോക്കറ്റ് വെക്കും. പൈസ ഒക്കെ പോക്കറ്റ് വെക്കടാ. നിന്റെ ഫോൺ എന്തി നോക്കാം. കള്ളത്തരം കാണിക്കുക. നിങ്ങളൊക്കെ ചെറുപ്പക്കാർ പിള്ളേരല്ലേടാ. പോക്കറ്റ് പൈസ വെക്കടാ. വണ്ടി എന്തിനാ ഇടിപ്പിച്ചു വെക്കുന്നത്? നിങ്ങൾ വണ്ടി നിർത്താൻ പറഞ്ഞ് എന്താണ് അനിയന്മാരെ നിർത്താത്തത്? ഈ വണ്ടി നിർത്താത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. കേട്ടാ കേക്ക്. നമ്മൾ രാത്രിയിൽ നമ്മൾ നിങ്ങളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് റോഡിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കുഴപ്പമുണ്ടെങ്കിൽ നിർത്തി വണ്ടി എന്താന്ന് നോക്കണ്ടേ? നിങ്ങൾ വണ്ടി നിർത്താൻ പറഞ്ഞാൽ നിർത്തണം. അപ്പോൾ നീ വണ്ടി പാഞ്ഞെടുത്തോണ്ട് പോയി വല്ലതും നെഞ്ചത്തോണ്ട് കയറി അങ്ങനെ ചെയ്യരുത്. നീ കാണിച്ച മോശമാണ്. എന്തിനാ മോനെ പേടിക്കുന്നത്? വണ്ടി ഞങ്ങൾ നിർത്താൻ പറഞ്ഞില്ലേ? നിനക്ക് എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോ കേട്ടോ. പരിക്കണ്ട ഹോസ്പിറ്റലിൽ പോ. നിന്റെ പേരെന്നാ? വീടെവിടെടാ? കിഴക്ക് എവിടെ? പടിഞ്ഞാറ് എവിടെ? മാക്കി. ആറാ മോനാടാ? ഏ നവാസിന് മോനാണ്. നീ പഠിച്ചോണ്ടിരിക്കുമല്ലേ? അശ്വിൻ പാലാഴി ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. അശ്വിൻ, ഇത് മർദ്ദിക്കാത്ത പോലീസുകാരാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വാഹന പരിശോധനയ്ക്കെതിരെ വണ്ടി ഇടിച്ചിടാത്ത പോലീസുകാരാണ്, നല്ല ഈ പറയുന്ന പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പോലീസുകാരാണ് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനപ്പുറം ഇപ്പുറം ദൃശ്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ആ കുട്ടിയുടെ കാലൊടിഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു പരിക്കുമില്ല, അതൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. എന്താണ് അശ്വിൻ ഉണ്ടായത് അവിടെ? ഹാഷ്മി, കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ 18-ാം തീയതി രാത്രിയിലാണ് സംഭവം ഉണ്ടാകുന്നത്. ആഷിഖും ഷിനാസും ഹരിപ്പാട് ക്ഷേത്രത്തിന് സമീപത്ത് ഐസ്ക്രീം കച്ചവടം നടത്തുകയാണ് വാഹനത്തിൽ. അവിടെ ഒരു ചെറിയ സ്റ്റാൾ വിട്ടിട്ടുണ്ട്. ആ സ്റ്റാളിലെ കച്ചവടം പൂർത്തിയാക്കി തിരികെ പുറക്കാടുള്ള അമ്പലപ്പുഴയിലുള്ള വീട്ടിലേക്ക്, വണ്ടാനത്ത് ആശുപത്രിക്ക് സമീപമാണ് ഇരുവരുടെയും വീട്. അവിടേക്ക് ബൈക്കിൽ വരികയായിരുന്നു. ഇതേസമയം തോട്ടപ്പള്ളി പാലത്തിനടുത്ത് പോലീസിന്റെ ഒരു നൈറ്റ് പെട്രോളിംഗ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം പുറക്കാട് ഒരു സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിലെ 2-3 പ്രതികളെ പിടികൂടാൻ വേണ്ടി പോലീസ് നടത്തിയ ഒരു നൈറ്റ് പെട്രോളിംഗ് ആയിരുന്നു. പോലീസിനെ ലഭിച്ച വിവരം ഈ കേസിലെ പ്രതികൾ ഒരു ബൈക്കിൽ വരുന്നു എന്നുള്ളതാണ്. ആ ബൈക്ക് തടഞ്ഞു നിർത്തി ഈ പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് ആ പ്രതികൾ വരുന്നു എന്ന് പറഞ്ഞ അതേ ബൈക്ക്, അതായത് അതേ മോഡലിലുള്ള മറ്റൊരു ബൈക്കിൽ ഈ ഷിനാസും ആഷിഖും വരുന്നത്. പ്രതികളാണ് എന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് ഇവരെ കൈ കാണിക്കുന്നു. പക്ഷേ ഈ വാഹനം ഓടിച്ചിരുന്ന ആഷിഖ് മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ടാണ് ഓടിച്ചിരുന്നത്. അതിൽ ഭയന്ന് പെട്ടെന്ന് പോലീസിനെ കണ്ട് ഭയന്ന് വാഹനം നിർത്താതെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോയി. തൊട്ടു പിന്നാലെ പോലീസ് വാഹനവുമായി ഇവരെ പിന്തുടരുന്നു. തോട്ടപ്പള്ളി പാലത്തിന് സമീപത്തെത്തിയതോടെ ഈ പോലീസ് വാഹനം കൊണ്ട് ഇടിച്ച് നിലത്തേക്ക് ഇടുകയാണ്. പിന്നീട് വാഹനത്തിൽ നിന്നിറങ്ങിയ പോലീസ് ഇവരെ മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥികൾ പരാതി പറയുന്നുണ്ട്. പക്ഷേ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് പോലീസ്. ഇങ്ങനെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. രാത്രി നടന്ന സംഭവങ്ങളുടേതെന്ന് അവകാശപ്പെട്ട് 5 മിനിറ്റും 44 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു വീഡിയോ കൂടി പോലീസ് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ മാധ്യമങ്ങൾക്കായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവങ്ങൾക്ക് മുൻപേ പോലീസ് മർദ്ദിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. അതിൽ ഒരു ആഷിഖിന്റെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്
ചികിത്സ തേടിയത്. അവിടെ നിന്നാണ് മുട്ടോളം പ്ലാസ്റ്റർ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഒപ്പം ഈ മർദ്ദനമേറ്റത് പുറത്ത് അടികൊണ്ടു എന്ന് പറയുന്നത് ഷിനാസിനാണ്. ഷിനാസിനും പുറത്ത് സാരമായ പരിക്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇത് അപ്പാടെ നിഷേധിക്കുമ്പോഴും ഈ വീഡിയോയ്ക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.